കടിക്കുന്നേ മാന്തുന്ന സാധനം വല്ലതും ആണെങ്കിൽ നീ ഇന്നിവിടെ കിടന്ന് ഉറങ്ങത്തില്ല. നീ ഈ വെച്ച സാധനത്തിന്റെ ഇവിടെ കിടന്ന് ഉറങ്ങത്തോളൂ. എന്തുവാണെങ്കിലും പോയി അവിടുന്ന് മേലെ ഒരുക്കുന്ന എനിക്ക്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞപ്പോ എന്തോ ഇച്ചിരി കട്ടിക്കുള്ളയാന്ന് തോന്നുന്നു കേട്ടോ. അയ്യേ കറക്റ്റ് അവിടെ തന്നെ കയറി പിടിച്ച് അതിന്റെ. അയ്യയ്യേ ഒരുമാതിരി ഇരിക്കുന്നു പരിപുരത്ത്. എന്തോ എന്റെ മൂക്കി. അയ്യേ Ready, 1, 2, 3, step. Hello guys, welcome back to. Hello guys, welcome back to. നിന്റെ മുടി പിടിച്ച് നേരെയാണ്. എന്നെ കണ്ടിട്ട് വാർത്തയൊക്കെ വായിക്കാതിരിക്കുന്നവരുണ്ട്. നേരെ ഇരിക്കാം. Hello guys, welcome back to. അത് കഴിഞ്ഞ് നമ്മളെന്തിനാ വന്നേന്ന് പറയടി. നമ്മളെന്തിനാ വന്നിരിക്കുന്നത്? മീൻ പിടിക്കാൻ. ഏത് മീൻ? അയലമീൻ, ചളമീൻ, മത്തിമീൻ, സുലൈമീൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇതൊരു മണി ഏണിംഗ് ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷന്റെ പേര് വിൻസോ. നമ്മളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഗെയിം കളിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. റിയൽ ക്യാഷ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ പേടിഎം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇതിൽ 40-ൽ പരം ഗെയിമുകൾ അവൈലബിൾ ആണ്. ഫ്രീ ഫയർ, മെട്രോ സർഫർ, ബബിൾ ഷൂട്ടർ, ലുഡോ, ക്യാരം ആൻഡ് ക്രിക്കറ്റ് ഗെയിംസ്. ഇതുപോലുള്ള 40-ൽ പരം ഗെയിംസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പർച്ചേസ് ചെയ്താൽ 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അത് മാത്രമല്ല നമ്മളിപ്പോൾ വേറൊരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തി ജോയിൻ ചെയ്യുമ്പോഴും 40 രൂപ വരെ നമുക്ക് ഇതിന്റെ വാലറ്റിലേക്ക് ആഡ് ആകുന്നുണ്ട്. ഇതിന്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് 3 രൂപ എപ്പോൾ ആകുന്നോ അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തേക്ക്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നമ്മുടെ ലിങ്ക് വഴി കയറുവാണെന്നെങ്കിൽ സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് 50 രൂപയുടെ ക്യാഷ് ബെനിഫിറ്റും പിന്നെ ഫ്രീ ഡയമണ്ട് ക്യാഷ് ബാക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിച്ച് കാശ് ഉണ്ടായിക്കോളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പനിയാണ്. പണ്ട് കത്തെഴുതുന്നതൊക്കെ ഇങ്ങനെ ആയിരുന്നു. പ്രിയപ്പെട്ട അവിടെ എഴുതേണ്ടത് നിന്റെ കൈക്കകത്ത് എഴുതിയത് ഇല്ല. പ്രിയപ്പെട്ട എന്റെ സുഗുണമായിട്ട് ലവ് ലെറ്റർ ആണോ? അല്ല, ലീവ് ലെറ്റർ. നമുക്കൊരു ചലഞ്ച് ജസ്റ്റ് ഒരു ഫൺ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇക്ക ഒരു ലവ് ലെറ്റർ ഇപ്പൊ എഴുതണം, ഞാനും ഒരു ലവ് ലെറ്റർ എഴുതാം. ഫസ്റ്റ് ഇക്ക സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ലവ് ലെറ്റർ ശീലമല്ല, എനിക്ക് മേടിച്ച ശീലമുള്ളത്. എഴുതി കൊടുത്ത ശീലമല്ല. ഇക്കാക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇക്കാക്ക് പറഞ്ഞൂടാ, നിങ്ങൾക്ക് പറഞ്ഞൂടാ. നിനക്കറിയാവോ? ഇക്ക ഇല്ലാത്ത സമയത്ത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇക്ക ഇല്ലാത്ത സമയത്ത് ഞാനുണ്ടല്ലോ, ഇക്ക ഒരു അലമാരി, നമ്മുടെ റൂമിൽ ഒരു അലമാരിയിൽ ഒരു ഷെൽഫ് മാത്രം പൂട്ടി താക്കോലൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. ഇല്ല, മാറ്റി, താക്കോല് മാറ്റി. അപ്പൊ ഞാൻ ആ താക്കോല് കണ്ട് ഞാൻ അതിനകത്തൊരു ലവ് ലെറ്റർ, ഒരു ലവ് ലെറ്റർ, ഒരു ചുണ്ട്, ഒരു പെണ്ണിന്റെ ചുണ്ടിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒരു സാധനം ഞാൻ കണ്ട. ഇനി ഇരിപ്പുണ്ട് ഒരു റെക്കോർഡിനകത്ത്. പണ്ടിക്കാട് ഒരു കാമുകി ഉണ്ടായിരുന്നു. ഇല്ല, കാണുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും. ആ റെക്കോർഡിനകത്ത് പണ്ട് ഞാൻ പ്രേമിക്കുന്ന സമയത്തേക്ക് ഞാൻ ലവ് ചിഹ്നം വരച്ചിട്ട് അതിനകത്ത് പെയിന്റൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയാണ്ട് എഴുതിയിട്ടുണ്ട്. അത് കൊടുത്തത് നോക്കിയപ്പോ അതുണ്ട്. ഭാഗ്യം, അത് എന്റെ വക എന്റെ സൂചിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ റോസാപ്പൂന്റെ പടം. പിന്നെ വേറെന്തോ പറഞ്ഞു, അത് പറയണോ? അത് പറയണോ? കാണുന്നു മനസ്സിലാവും. പേരെന്തോ? അത് ഞാൻ പറയത്തുള്ളൂ. കൊണ്ട് എന്റെ ഇരിപ്പുണ്ട് കേട്ടോ. ആ കാണുന്ന ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ആ പൂവില്ല ആ റെക്കോർഡൊക്കെ ഫുൾ എഴുതി കൊടുത്ത ആ വ്യക്തി എനിക്ക് ഫുൾ അറിയട്ടെ, കംപ്ലീറ്റ് അറിയട്ടെ, എല്ലാം അറിയാം. നീ എടുത്തോണ്ട് പാടിയത്? ഇല്ല, ഞാൻ എടുക്കത്തില്ല. നോക്കട്ടെ, ഇല്ല, എനിക്കറിയത്തില്ല. അപ്പൊ ഓക്കെ, ഇവളുടെ ചളി എന്തായാലും കേട്ടല്ലോ. അല്ല, ലവ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞില്ല. എനിക്ക് എഴുതി ശീലമല്ലടി, വാങ്ങിച്ച ശീലമുള്ള. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ കിട്ടുന്നു കേട്ടോ. സത്യം, ഇക്കാക്ക് എഴുതിയില്ല, മെസ്സേജ് അയച്ച ശീലം. അതെ. അപ്പൊ വാട്ട്സ് ഇൻ ദ ബോക്സ്? അതെ, ഇത് ഒരുപാട് പേര് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തതാ. നമ്മൾ ഏതൊരു വീഡിയോക്കകത്ത് താഴെ വന്ന് ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടിക്കൂടാരത്തിനകത്ത് എന്താണ് എന്നുള്ളൊരു സംഭവം. ഞാൻ ആ പെട്ടി ഉണ്ടാക്കാൻ ഇച്ചിരി പാടുപെട്ട്. കണ്ണു വിട്ടുവോ? കണ്ണു വിടുവോ?
കണ്ണ് കെട്ടുവോ? കണ്ണ് കെട്ടും. കണ്ണ് കെട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ വെക്കുന്ന സമയത്ത് കാണുമല്ലോ. എനിക്ക് വലിയ പ്രോഡക്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഇവളെ ഏതാണ്ടൊക്കെ നുള്ളിപ്പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനും അങ്ങനെ അല്ലറ ചില്ലറ ആക്രിപ്പിച്ച്. അതല്ലെങ്കിൽ അത്ര വരുത്തോളല്ല. അപ്പോ ആ ബോക്സ് എടുത്തേ. എന്തിയാ ബോക്സ്? അതുകൊണ്ട് അടിയിരിക്കും. കാണുന്നില്ലല്ലോ. കാണുന്നില്ല. എല്ലൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോക്സ് ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നോക്കിയപ്പോ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിക്ക. പുല്ലില്ലാത്ത പുൽക്കൂട്, പേപ്പർ കൂടായിരുന്നു. അപ്പൊ താണ്ടേ പിന്നെ ഞങ്ങളെ കാണത്തില്ലെന്ന് തോന്നുന്നു. കാണണ്ട, എന്നെ കാണാൻ കൊള്ളത്തില്ല. എന്നെ കാണാം, എന്നെ എന്നാ കാണാൻ കൊള്ളാം? ഇക്കായ കാണാൻ കൊള്ളത്തില്ല. അപ്പൊ അതാണ്ട് ഇതാണ്. ഞാനിത് വെട്ടിയെടുത്തോണ്ടിരുന്നപ്പോ ഞങ്ങളുടെ മിച്ചാൻ വന്ന് ചോദിക്കാൻ നീ പ്രാവിനെ വളർത്താൻ പോകുന്നു. ഒരു കഴിച്ച് പ്രാവിന്റെ കൂടെ ഉണ്ടാക്കുമായിരിക്കും. ഫ്ലാഷ് എത്തിച്ചു. എന്റെ ഫോണിൽ ഇപ്പൊ ചാർജ് ഇല്ല. ഐഫോണിൽ ചാർജ് ഇല്ല. ഐഫോൺ ഒന്ന് താഴെ വീണൊന്ന് ആലോചിച്ചോക്കെ. ആലോചിക്കുമ്പോൾ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കണ്ണ് കെട്ടിയിട്ട് ഐറ്റംസ് ഓരോന്നായിട്ട് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഇക്ക സ്റ്റാർട്ട്. ഫസ്റ്റ് എന്റെ കണ്ണ് കെട്ടിക്കാം. അല്ല, എന്റെ കണ്ണ് കെട്ടണം. എന്റെ കണ്ണ്. നിന്റെ കണ്ണിട്ട് നീ അങ്ങനെ വെക്കും ഇതിനകത്ത്? അല്ല, എന്റെ കണ്ണ് കെട്ടിട്ട് ഇക്ക വെക്കണം. എനിക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ല. അത് പറഞ്ഞാൽ പറ്റത്തില്ല. ഫസ്റ്റ് എന്റെ കണ്ണ് കെട്ടിയാൽ മതി. അല്ല, എന്റെ കണ്ണ്. ഇല്ല, പറ്റത്തില്ല. എന്റെ കണ്ണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തുവാ ചളി സ്വഭാവ. എന്റെ കണ്ണ് കെട്ടി. എന്റെ കണ്ണ് കെട്ടാക്കി മാത്രമേ ഇന്ന്. അവള് കണ്ണ് കെട്ടാനുള്ള തുണി എടുക്കാൻ പോയി. ഇത് കണ്ണ് കെട്ടാനത് എന്നെ പുതച്ച് കിടത്താനാണോ? ബെഡ്ഷീറ്റ് എടുത്തിട്ട് വന്നേക്കോ കണ്ണ് കെട്ടാൻ. എന്നാ കളിക്കണ്ട. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം കൂടെ അടിച്ചേക്കണം. എന്നാ വേണ്ട, ആരും അടിക്കണ്ട. എനിക്ക് എന്റെ കണ്ണ് കെട്ടിയാ മതി. പെട്ടെന്ന് കേട്ടോ, ഞാൻ റെഡി ആയിട്ടിരിക്കുക. എന്നാ നീ ഇവിടെ റെഡി ആയിട്ടിരിക്കും. ഞാൻ പോയി ക്യാമറ ഓഫ് ചെയ്യാം. ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. എനിക്ക് എന്റെ കണ്ണ് കെട്ടിയാ മതി. കഷ്ടമുണ്ട്. പറ്റത്തില്ല. ഇല്ല, എന്റെ കണ്ണ് കെട്ടിയാ മതി. എന്റെ കണ്ണ് കെട്ട്. ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഞാൻ കെട്ടിത്തരാം. അത്രയ്ക്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ പോയി ഒരു സാധനം എടുത്തോണ്ട് വരട്ടെ. ഏത് സാധനം? അയ്യോ, നീ ഒന്നും എടുത്തില്ലേ അന്നേരം? എന്നെ ഇവിടെ കണ്ണും കെട്ടി എടുത്തിട്ട് അവിടെ സാധനം തപ്പുന്നേ. ഏതോ ഒന്ന് എന്നെ വന്നാ. അപ്പൊ ആദ്യത്തെ ഐറ്റം ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവെക്കാൻ പോവാണ്. അയ്യേ, ഇതായിരുന്നോ? ഏത്? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ തൊട്ടോ. ഒരു മയത്തിലൊക്കെ ഇരി ഉടിഞ്ഞ് തറ കിടക്കും. നിക്ക്, ഞാൻ എന്റെ മയക്കൊന്ന് വെക്കട്ടോ. ഓക്കെ, കേട്ടോ. കാണാൻ അടുത്തോട്ട് വെക്കാം. നീ ഐശ്വര്യ പിടിച്ച് ഇതിനകത്തെത്തിയ. ഇതാണ് എൻ്റെ ഐശ്വര്യൻ്റെ ഫേവററ്റ് പാവക്കുട്ടി. എങ്ങനെയുണ്ട്? കാണാൻ ഐശ്വര്യ പോലെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. മാറ്റിക്കോ, അങ്ങോട്ട് മാറ്റിക്കോ. നമുക്ക് രണ്ടാമത്തെ ഐറ്റം വെച്ചു കൊടുക്കാട്ടാ. പെട്ടെന്നാവട്ടെ. പണിയും കഴിഞ്ഞടുത്ത് വിമാനത്തിൽ എഡിറ്റിങ്ങിന് പോകാനുള്ള. വിമാനത്തിൽ എഡിറ്റിങ്ങിന് പോകാനുള്ള അന്ന്. തൊട്ടോ. പറയാൻ പറ്റത്തില്ല, മന്ദബുദ്ധിയോ വല്ല പാമ്പിനെയൊക്കെ പിടിച്ചു വെക്കും ചിലപ്പോ. ഉടായ്പ പറ്റത്തില്ല. അൽ ഉടായ്പലു അൽ നഹീഹു. അതെന്താ? ഇതിനകത്തങ്ങ് ഒന്നുമില്ല. നീ പോവും.
ഇതിനകത്തൊന്നുമില്ല. മറ്റേ ഹോളിൽ കൂടെ നീ കൈയിട്ട് അധികം അങ്ങോട്ട് ഷോ അടിക്കണ്ട, അവിടെ വെച്ചാൽ മതി. ഞാൻ എടുത്ത് പറഞ്ഞോളാം. ഐശുവിന്റെ ഷൂസ്. എല്ലാ ഐശുവിന്റെ അതല്ല എടുത്തോണ്ട് വരുന്ന മൊത്തവും. അതൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലേ. എന്നാ പിടിച്ചോ. ഓക്കെ, അപ്പൊ അടുത്തത് ഞാൻ വെക്കാൻ പോവുകയാണ്. നീ വെച്ചോ, ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ്. ശരി, വെച്ചാ തൊട്ടെ. പോരട്ട്, കൈ പോരട്ട്. ഒന്നുമില്ല, വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കണം ഇത് എവിടെ ഇരിക്കുമെന്ന്. നിന്റെ കൈ ഇരിക്കുമായിരിക്കും, ഞാൻ കണ്ടുപിടിക്കാൻ. കണ്ടുപിടിക്കണം. എന്തായാലും ബോക്സിനകത്തില്ല. ഉണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇത് കള്ളക്കളി, വെറും കള്ളക്കളി. നീ ഒന്നും വെക്കാത്ത നീ അല്ലേ കള്ളക്കളി കളിക്കുന്നത്? ഞാൻ വെച്ച്. കിമോത്തി അൽബാനി. അതൊന്നുമില്ല, ഞാൻ ഒട്ടിച്ച പേപ്പർ മാത്രം. ഉണ്ട്. വല്ല മുടിനാരം കാണാമായിരിക്കും. അല്ല. ഓ, ഇവിടെ മൂലയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്നു. ഉരുണ്ട് പോയത് എന്റെ കുറ്റമായിട്ടാവും. അതങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. ഇത് കള്ളക്കളി കളിക്കുന്ന കണ്ടോ? ഞാൻ കണ്ടുപിടിച്ചു മുട്ട, അതുകൊണ്ട് ഞാൻ എടുത്ത്. എന്തിനാ എടുത്ത? ഇത് മുട്ട ഞാൻ കണ്ടുപിടിച്ചു, അപ്പൊ ഞാൻ എടുത്ത് മാറ്റാൻ വേണ്ടിട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നേ. അതെന്തു? മുട്ട നീ ഇട്ടാണ് ഇത് നല്ലതാണ്. എന്നാ മുട്ട സൂക്ഷിച്ച് മാറ്റി വെച്ചാൽ എനിക്ക് വാട്ടി തരണം. ഇത് കഴിഞ്ഞ മുട്ട ഒന്നും കൊണ്ട് വെക്കല്ല, ഞാനത് ഞെക്കി പൊട്ടി. ഓക്കെ, ഇനി അടുത്ത കൈ തൊട്ടോ. ഇപ്പൊ 3 പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവളുടെ റേഞ്ച്. ഇതായി പറഞ്ഞല്ലേ കേട്ടോ. എങ്കിട്ട വേണ്ട. വെക്കടി. നീ വെച്ചിട്ട് കൈ അങ്ങ് മാറ്റ്. നീ എന്തിനാ കൈ ഇട്ടാണ് തിളക്കുന്നത്? ചീപ്പ്. ഈ സൈഡിൽ കണ്ണാടി, ഈ സൈഡിൽ ചീപ്പുമായിട്ടുള്ള പുതിയത് ഇപ്പൊ വാങ്ങിച്ച ചീപ്പാണിത്. ഒരു പൊങ്ങച്ചമില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരാ പൊങ്ങച്ചെന്ന് എല്ലാവർക്കും അറിയാമോ. അയ്യേ, 4 ഐറ്റം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ച്. നോക്കുന്നില്ല. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞപ്പോ എന്തോ ഇച്ചിരി കട്ടിക്കുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. കടിക്കുന്നേ മാന്തുന്ന സാധനം വല്ലതും ആണെങ്കിൽ നീ ഇന്നിവിടെ കിടന്ന് ഉറങ്ങത്തില്ല. നീ ഈ വെച്ച സാധനത്തിന്റെ ഇവിടെ കിടന്ന് ഉറങ്ങത്തോളൂ എന്തുവാണെങ്കിലും. ഇത് ഞാൻ തൊടാതെ പറയാം. എന്തുവാണ്? പൂച്ചക്കുട്ടി. കടിക്കുന്ന ഞങ്ങൾ വന്നെങ്കിൽ നോക്കിക്കോ. പണ്ടാരം പേടിയാവും. നീ എന്തോരം എടുത്തോണ്ട് വന്നേ? നിനക്കും അറിയത്തില്ലേ? വല്ല ദിനോസറിന്റെ കുഞ്ഞങ്ങളാണോ? കുഞ്ഞല്ല, ഞാൻ കളിക്കുന്നില്ല. മൈക്ക് എന്റെ ഇരിക്കുന്നോ? നിന്റെ വെച്ചാരാ? തൊട്ടെ. എന്തു അറിയത്? എനിക്കറിയത്തില്ല. എന്തുവാ? പൂച്ച. പൂച്ചയല്ലല്ലേ? അല്ല, പൂച്ചയല്ല. ഇല്ല, പൂച്ചയല്ല. പൂച്ചയല്ല. അല്ലെന്ന്. പൂച്ചയെ കൊണ്ട് വെച്ചു ഇതിനകത്ത്. പൂച്ച അല്ലെന്ന്. പൂച്ചയാണെങ്കിൽ പൂച്ചയുടെ ശബ്ദം കേട്ടില്ലേ? മിണ്ടായി. പൂച്ചയാണെങ്കിൽ പൂച്ചയുടെ ശബ്ദം കേട്ടില്ലേ? പൂച്ചയുടെ വായിച്ചാൽ തേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. പൂച്ചയാണെങ്കിൽ പൂച്ച ഇപ്പൊ കരയുന്ന സൗണ്ട് കേട്ടാണ് തൊട്ടേ. ഈ പൂച്ചയെ കൊന്നങ്ങളെ കൊണ്ട് വെച്ചു അതിനകത്ത്. പറയാൻ പറ്റത്തില്ല, നീ അതും ചെയ്യും. പൂച്ച കരയുന്നില്ലല്ലോ. പൂച്ചയാണെങ്കിൽ പൂച്ച കരയുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. കൊന്നുകൊണ്ട് വെച്ചോ. പൂച്ചയാണെങ്കിൽ കരയേണ്ട സമയം കഴിഞ്ഞു. ഓടി അവിടെ നിന്ന് മേലെ ഒരുക്കുന്ന എനിക്ക്. ഓ, ഷോക്കറിയായിപ്പോയി. പൂച്ചയാണെങ്കിൽ പൂച്ച കരയണമല്ലോ. ഞാൻ കളിക്കുന്നില്ല.
ഇല്ല പൂച്ച തൊടല, അത് പൂച്ചയാണ്. കൺഫേം തലമുട്ടടിക്കാൻ പൊട്ടിക്കും ആവശ്യമില്ലാത്ത സാധനം കിട്ടുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് പൂച്ചയാണോ എന്ന് കൺഫേം ചെയ്ത് തരണം, അത്രേ ഉള്ളൂ. അല്ല എന്നാ പൂച്ച ആണെങ്കിൽ എന്താ പൂച്ചയുടെ സൗണ്ട് കേൾക്കും, സൗണ്ട് കേൾക്കത്തില്ല. നീ വായ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് വെച്ചായിരിക്കുന്നു. തൊടണം, തൊട്ട് കൺഫേം ആക്ക്. ഇല്ല എനിക്ക് കൺഫേം ആക്കാം. ഇല്ല തൊട്ട് കൺഫേം ആക്കണം. തൊട്ട് കൺഫേം ആക്കാൻ ഞാൻ പറഞ്ഞല്ല, തെറ്റിയെങ്കിൽ നീ പറ. ഇല്ല ഞാൻ തൊടുന്നില്ല, എനിക്ക് തൊട്ടിട്ട് ഒരുമാതിരിയാവുന്നു. ഇല്ല തൊട്. തൊട്. ഇല്ല ഇല്ല തൊടണം. എന്നെ കൊണ്ട് നീ ഇവിടെ അണലിയൊന്നും എടുത്ത് വെപ്പിക്കരുത്. അണലിയോ? ആ എടുത്ത് വെക്ക്. എനിക്ക് ഇതിനകത്തോട്ട് കൈയിടാൻ തന്നെ പേടിയാവും. തൊട്ട് വെക്ക്. ഞാൻ പറഞ്ഞില്ലേ പൂച്ചയാന്ന് ഞാൻ പറഞ്ഞു. നീ എടുത്ത് എന്റെ മൂക്കിലെടുത്തോണ്ട് വെച്ചാ. നമ്മുടെ ലുഡോ എന്തോ പേര് ലഡുവോ? മിലോ. ഈ മിലോക്ക് ഒരു കഥയുണ്ട്. ഭീമ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കഥ. ഭീമ മൈലാപ്പൂരിന്ന് ബുള്ളറ്റില് ഇതിന്റെ അമ്മേനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡിസംബർ അമ്മയെ കൊണ്ടുവന്ന് അവിടെ നല്ല അടക്കമൊതുക്കോട്ട് വളർന്നൊരു പൂച്ച ഇവിടെ കൊണ്ടുവന്ന് അത് പിഴച്ചു പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പ്രഗ്നന്റ് ആയി. അതിന് കിട്ടിയ കുഞ്ഞായത്. എന്ത് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ. ബാഗിൽ ഇട്ടിട്ട് ഞാൻ വെച്ചിരുന്നില്ലേ ഇത്ര നേരോ? കഷ്ടം ചുമ്മാ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. നീ ഇത്ര ബാഗിനകത്ത് വെച്ചിരുന്നോ? ബാഗിൽ ഇട്ട് വെച്ചില്ല, ബാഗിൽ കിടന്ന് ഉറങ്ങുമായിരുന്നത്. പൂച്ചയെ പിടിച്ച് ബാഗിനകത്ത് കളച്ചു വെച്ചിരുന്നു ഇത്ര നേരം. കഷ്ടം. ബാഗിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയതല്ല, ബോധം കെട്ടാണ് കിടന്നിരിക്കും. പേര് മിലോയോ? മിലോ. ആദ്യം ലുഡോ എന്നൊക്കെ ആയിരുന്നു, പിന്നെ ലഡു ആക്കി, പിന്നെ മിലോ. എനിക്ക് ഇങ്ങനെ കൈ തൊട്ടപ്പോഴേ മനസ്സിലായി പൂച്ചയാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനമായിരുന്നു. ഞാൻ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനം. അടങ്ങിയിരിക്കുന്നു നോക്കിയത്. എന്ത് നോക്കുന്നേ? നിന്നെ കണ്ട് പേടിച്ചിട്ട് പേടിച്ചിരിക്കുന്നു പൂച്ച. നേരെ വെക്കടി, കാണിച്ചുകൂടെ അവരെ ഫോട്ടോഷൂട്ട്. കണ്ടോ പൂച്ച തള്ളയെ നോക്കുന്നുണ്ടോ? തവളയോ? പൂച്ച തവളയെ നോക്കുന്നുണ്ടോ? എനിക്ക് പൂച്ച ഒന്ന് കാണിച്ചു തരാം, ബോക്സ് ഒന്ന് മാറ്റിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞാൻ മെയിനായിട്ട് എടുത്തോണ്ടിരാൻ വെച്ചിരുന്ന സാധനം ഇവള് പോയി പൊക്കിയത്. എന്നാലും പേടിച്ചല്ലോ, അത് മതി എനിക്ക്. പേടിച്ചല്ല, നീ ഇതിപ്പം നീ എന്തായാലും എടുക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അത് പിന്നെ ഞാൻ എടുക്കും, അതുകൊണ്ടല്ലേ എന്നെ വേണ്ടതാക്കി. ഈ പൂച്ച ഇത് 1.5 ലക്ഷം രൂപ വിലയുള്ള പൂച്ചയാ. തള്ളെന്നൊക്കെ പറയുന്നതിന് അപാരത്തിന്റെ കിങ്ങ. എന്തേലും പറയട്ടെ, ഇതിന്റെ മദർ തെരേസ അവിടെ വേപ്പല അല്ല, അത് ലേപ്പല്. ലേപ്പൽ മൈക്കാ ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി എന്റെ ടേൺ. നിന്റെ കഴിഞ്ഞല്ലേ? ഇതായിരുന്നു എന്റെ മെയിൻ സാധനം. അങ്ങനെ എടുക്കാം, അല്ലാണ്ട് മിലോ മിലോ ചേട്ടാ വിളി കേട്ടണ്ട കേട്ടില്ലല്ലോ. മിലോ എന്ത് വിളി ഞാൻ കേട്ടില്ലല്ലോ. മിലോ മിലോ പൂച്ചയെ വിളിച്ചിട്ട് ചുമ്മാ അവള് തന്നെ പറയാ വിളി കേട്ടാണ്ടോ. അയ്യോ ഒന്നും കാണാൻ പറ്റിയേക്ക, എനിക്കൊന്നും കാണാൻ വയ്യേക്കാം. മറ്റതൊക്കെ എന്തെങ്കിലും ഒക്കെ കാണാൻ നിൽക്കാം മൂക്കിന്റെ കൂട്ടേ കൂടെ. ഓക്കെ റെഡി? Let's start. Yeah. Are you ready? Yeah. Ready? Yeah. 1 2 3 4. അവളെ മൂക്കൊക്കെ കയറിയിരിക്കുന്നു. അപ്പൊ നമുക്ക് വെക്കാം. വെക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഐറ്റം സിമ്പിൾ ആയത് എന്തായാലും അവള് കണ്ടുപിടിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നീ ഐഫോണും എടുത്തേ. ഓക്കെ. ഇതൊക്കെ പക്ഷേ നമ്മളെ കൈക്ക് പണിയാന്ന് കഴിഞ്ഞാൽ പിന്നെ നീരടിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ അപ്പൊ കൈക്ക് പണിയൊക്കെ തരുന്ന സാധനമാണോ? ഓക്കെ തൊട്ട് നോക്കും. കൈക്ക് പണി തരുമോ? കൈക്ക് പണി തരും. എന്റെ കൈക്ക് നീ പണി ഉണ്ടാക്കാതെ തൊട്ടോ. തൊടേ ഒരു മിനിറ്റ് പോണോ? അത് അങ്ങോട്ട് നീങ്ങി പോകും. എന്തോന്ന് പോണ്? തൊട്. അടുത്തെത്തിയില്ല. എന്തോ കറക്റ്റ് ആയിട്ട് വായിക്കാത്ത തന്നെ നീ കൈ കൊണ്ട് വെക്കൂ. പിന്നെ കടിച്ചിട്ട് എന്നെ ഒന്നും പറയല്ലോ. ഇവിടെ പൂച്ച മാത്രമല്ലേ മൃഗമായിട്ടുള്ളൂ.
പൂച്ച മൃഗം. ആ വന്യമൃഗമാണോടി? അല്ലക്ക, വീട്ടിലെ മൃഗം. വീട്ടിലെ മൃഗം പൂച്ച. ഓക്കെ, തൊട്. വേറൊരു മൃഗം ഇല്ലല്ലോ. നീ ഉണ്ടല്ലോ ഇവിടെ. വേറെ മൃഗം നിങ്ങൾ മൃഗമില്ലേ? നിങ്ങളെ കൊല്ലുന്നില്ല. കാട്ടുപോത്തായിട്ട് പിന്നെ നിങ്ങൾ ആരിവിടെ? തുടറി. അയ്യേ, കറക്റ്റ് അവിടെ തന്നെ കയറി പിടിച്ച് അതിന്റെ. അയ്യയ്യേ, ഒരുമാതിരി ഇരിക്കുന്നു പരിപുരത്ത്. തണുപ്പുണ്ട്. തണുപ്പില്ല. പിന്നെ ചത്ത ആമയ്ക്ക് തണുപ്പ് കാണത്തില്ലേ? ആമയാ? പിന്നെ തൊട്ട് നോക്കിട്ട് പറ നീ എന്ത് വന്ന്. ഞാൻ മണപ്പിച്ച് നോക്കാവോ? മണപ്പിക്കാനൊന്നും പറ്റത്തില്ല. കയ്യൊക്കെ കണക്കിരിക്കുന്നു. ഇങ്ങനെ എങ്ങനെ അങ്ങോട്ട് കാണി. തൊട്. ഓ, എന്തോ കടന്ന് എഴുതി. ചെറിയ ജീവനേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അത് കൈ കൊണ്ട് അവൾ എടുത്തിരിക്കുവാണ്. കയ്യൊക്കെ ഉള്ള സാധനം. നീ ഇതിനെ പുറത്തെടുത്ത ഇതിനകത്ത് വെച്ച് തൊട്ട് നോക്കിട്ട് പറയണം. മുട്ടയാന്ന് മനസ്സിലായോണ്ട് പുറത്തെടുത്ത്. മനസ്സിലായി എന്തോന്ന്. അവിടെ വെച്ച് തൊട്ട് നോക്കിട്ട് പറയണം. കയ്യിലൊക്കെ മണ്ണൊക്കെ ആവുന്നു. എന്നാ പറ. അഞ്ചി. അഞ്ചിയോ? ഏത് അഞ്ചി? അഞ്ചി അല്ല, വഞ്ചി. ഇതെന്ത് ഇത്രയും നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയ ഇഞ്ചി കൊണ്ടുപോകും? അതങ്ങനെ അടുക്കള കാരണം വല്ലപ്പോഴും അന്നേരം മനസ്സിലാവും. രാവിലെ തൊട്ട് രാത്രി ഒരു അടുക്കള കിടക്കുന്ന എന്റെ. അതാ രാവിലെ തൊട്ട് രാത്രി അടുക്കളയിൽ നല്ല അടിയാണ് അടിക്കുന്നത്. എന്നിട്ട് എന്റെ ഭാഗ്യം എനിക്ക് ഇരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഐറ്റം കണ്ടുപിടിച്ച്. എനിക്ക് വലിയ ഐറ്റംസ് ഒന്നുമില്ല. അടുത്ത ഐറ്റം ആണ് കുറച്ച് ഹെവി സാധനം. ഇതിന്റെ ഇടയിൽ കൂടെ നോക്കുക എന്താ അറിയോ? പുള്ളി ചിലപ്പോ കള്ളക്കളി കളിക്കും. പാവം അതിന്റെ അസ്ഥാനത്ത് കയറി പിടിച്ചിട്ട് കൊന്നുകളയും. എന്നാലും പൂച്ച പോലെ ഞാൻ പിടിക്കത്തില്ല കേട്ടോ. മിക്ക പൂച്ച തൊട്ടത് ഇങ്ങനെയൊക്കെ. ഫസ്റ്റ് തൊട്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കിയപ്പോ എല്ലാ കയറി ഇങ്ങനെ വഴുവെടുക്കുന്നു. പൂച്ച തന്നെ തിരിച്ചെടുത്ത് വെച്ചോ? ആ, പൂച്ച അടുത്ത് തിരിച്ചു വെച്ച്. പൂച്ചയാണെങ്കിൽ നോക്കിക്കോട്ടോ. കള്ളക്കളി നോക്കാം. പൂച്ചയാണെങ്കിൽ നോക്കാം, പട്ടിയാണെങ്കിൽ നോക്കാം. എന്നെ കടിക്കും. ഓ, രോമം അങ്ങനെ ഒരു സാധനം. അത് രോമം. പൂട പൂട. എന്തുവാ കഷ്ടം. എന്തുവാ ഇത്? എന്തുവാ രോമം? പൂച്ചനെ തന്നെ എടുത്ത് വെച്ചേന്ന് തോന്നുന്നു. പൂച്ച ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പണിഷ്മെന്റ് വല്ലതും ഉണ്ടോ? മിലോ ഒരുപാട് കുണ്ടലം പൂച്ച. കുണ്ടലം പൂച്ചയോ? അതൊരു പൂച്ച. കുണ്ടലം പൂച്ച. കുണ്ടലൻ പൂച്ച കേട്ടോ, പുതിയ വെറൈറ്റി. ആരെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യണം കേട്ടോ. 1.5 ലക്ഷം രൂപ വില. ഉറപ്പിച്ചോ? പൂച്ചയാന്നല്ലേ? പെട്ടെന്നാവട്ടെ, അത് ഇറങ്ങി ഓടുക്കോ അല്ലെങ്കിൽ. എന്തോ എന്റെ മൂക്കി. അതൊന്നും എനിക്കറിയത്തില്ല. ഈ പേട്ട തിരുവനന്തപുരം പേട്ടയാന്നു പറയടി. എവിടാണ് ഞാൻ നിർത്തിയത്? ഓക്കെ, തോട്. ഞാൻ അതിനെ കൊന്നിട്ടേക്കോ. തോളിലല്ല, പെട്ടിക്കകത്ത്. ഓ, ഇപ്പൊ ധൈര്യമായി. എന്തുവാ? ഒട്ടകമല്ല, ഒട്ടക പക്ഷി. ഒട്ടക പക്ഷി അല്ലേ അത്? 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ ആ പൂടയുള്ള സ്ഥലത്തിട്ട് അനക്കിതെന്തിനാ? ആ പൂടയുള്ള തലയിട്ട് എന്റെ കൈയിട്ട് മൂക്കില് അനക്കുന്ന എന്തിനാ? അനക്കെന്തോ അനക്കിക്കൂടെ? അനക്കെന്താ? അനക്ക് നോക്കി ഞാൻ നോക്കി അടുത്ത എപ്പിസോഡിൽ. ഇതെന്തായാലും
അവള് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കടിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, തൊട്. വെച്ചിട്ടുണ്ട്. വെക്കട്ടെ, തൊടക്കട്ടെ, തൊടട്ടെ. എന്തുവാ തുടറി. നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ സാധനം. നിങ്ങൾ ആരും എന്നെ തെറി പറയരുത് കേട്ടോ. എന്തിനാ ഇത് വെച്ചതെന്ന് ചോദിച്ചിട്ട്. ഇച്ചിരി കഷ്ടപ്പെട്ട് ഞാൻ ഒപ്പിച്ചത് ഈ സാധനം. വളരെ കഷ്ടപ്പെട്ടു. ഇങ്ങനെ കിട്ടിയുള്ളത്. എന്ത് കൈ വലിക്കുന്ന കുളിക്കണോടി? ചൊറിയോ അങ്ങനൊക്കെയാ? അയ്യ, ഇവിടെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ സമയം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാരും ഞാൻ 10 പേരുണ്ടോ അതിന് പക്ഷെ കണ്ടുപിടിച്ചോണം. ഓക്കെ ആണല്ലേ? തേങ്ങ കിട്ടിയില്ലോ. തേങ്ങ മുറി എടുത്തോണ്ട്. തേങ്ങ മുറി മതി നിനക്ക്. സാധിക്കുന്നത് നിങ്ങക്ക്? നീ ഇത് തേങ്ങ മുറിയല്ലേ? ഇന്ന് രാത്രി നീ ഈ മുറി കിടന്നുറങ്ങി, ഞാൻ ആ മുറി കിടന്നുറങ്ങാം. തേങ്ങ മുറിയില്ല. തേങ്ങ എടുത്തോണ്ട്. തേങ്ങ മുറി ആണോ ഇത്? ആണ്, തേങ്ങ പൊട്ടിച്ചൊരു മുറി. ഓക്കെ, ഇനി എന്തോ എടുത്ത് വെക്കും. ഒരു മിനിറ്റ്. കാറ്റൊക്കെ ഇട്ടടിക്കുന്നേ. എടാ പോയി. തുറക്കട്ടെ. ഇല്ലല്ലേ. എനിക്ക് അധികമായിട്ടൊന്നുമില്ലാതെ ഞാനായിരുന്നു നേരത്തെ ഈ പൂച്ച എടുത്ത് ഇവിടെ വെക്കേണ്ടത്. ഞാൻ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഇവളത് അടിച്ചു മാറ്റി ഭീമയുടെ സഹായത്തോടുകൂടി. അടുത്ത പ്രാവശ്യമായിട്ട് ജോറിന് വെക്കാം നമുക്ക്. അട്ടയെ പിടിച്ച് മൂക്കിയിടുമല്ലോ. ഇനിയെങ്കിലും ഈ സാധനം ഒന്ന് മാറ്റി തരുമോ? അതെന്താ അത്ര വലിയ കഥയോ? പിന്നെ നീ കണ്ടില്ലേ ഞാൻ എന്റെ പിന്നിൽ കിടന്ന് കഷ്ടപ്പെട്ടത്? കാണായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തതുപോലെ ഞങ്ങൾ വാട്ട്സ് ഇൻ ദ ബോക്സ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ഇവിടെ കൊന്തരം പല്ലും കൂടെ അടിച്ചങ്ങ് പൊട്ടിക്കണം കേട്ടോ. അടിച്ച് താഴത്തെ ഒന്നും നോക്കണ്ട. ഇവിടെ പല്ലാതെ വരച്ച് ആ ബെല്ലങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഞാൻ കാണിച്ചു തരും, ഇത് കട്ട് ചെയ്തിട്ട്. അതുവരെ ബൈ.